ഹായ് എവരി വൺ. നമ്മുടെ 6th സെമിസ്റ്റർ എക്സാം ആരംഭിക്കുകയായല്ലോ. അതിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 2022 എക്സാംസിലൊക്കെ നോക്കുകയാണെങ്കിൽ സിലബസിൻ്റെ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ പിന്നീടുള്ള എല്ലാ എക്സാമുകളിലും മൊത്തത്തിൽ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. നമുക്ക് 2022 ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ആദ്യത്തെ സെഷൻ 3 മാർക്സ് ആയിരുന്നു. ഇപ്പോൾ അത് 2 മാർക്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സീലിംഗ് വന്നിട്ട് 25 ആണ് സീലിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനിലെ സീലിംഗ് എന്ന് പറയുന്നത് 35 ആണ്. അവിടെ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വീതം രണ്ടാമത്തെ സെക്ഷനിൽ 5 മാർക്കും ഒന്നാമത്തെ സെക്ഷനിൽ 2 മാർക്ക് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നിട്ട് 10 മാർക്ക്, അങ്ങനെ 2 എസ്സേ ഉണ്ടായിരിക്കും 10 മാർക്കിൻ്റെ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ വരുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തിൽ 3 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡിഫൈൻ ദ ടേം ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസസ് ഫ്രെയിംവർക്കിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റീവ് അഷുറൻസ് ആൻഡ് കൺസൾട്ടിംഗ് ആക്ടിവിറ്റി ഡിസൈൻ ടു ആഡ് വാല്യൂ ആൻഡ് ഇംപ്രൂവ് ആൻ ഓർഗനൈസേഷൻസ് operations, and it helps an organization accomplish its objectives by bringing a systematic disciplined approach to evaluate and improve the effectiveness of risk management, control and governance processes. Then 2 ഓഡിറ്റ് പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓഡിറ്റ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഓഡിറ്റ് ആക്ടിവിറ്റീസിൽ ചെയ്യുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്, ലാസ്റ്റ് പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ ഇൻഡിപെൻഡൻറ്റ് അസസ്മെൻറ്റ് പെർഫോംഡ് ടു എൻഷുർ ദാറ്റ് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ ആർ കംപ്ലൈങ് വിത്ത് എൻവയോൺമെൻറ്റൽ പോളിസീസ്. എൻവയോൺമെൻറ്റൽ പോളിസീസുമായിട്ടൊരു ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഒത്തുചേർന്ന് പോകുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാനുള്ള ഓഡിറ്റിംഗ് ആണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. ദെൻ വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിനെ പബ്ലിക് കമ്പനി സ്റ്റോക്ക് ബൈ സംവൺ ഹു ഹാസ് നോട്ട് പബ്ലിക് മെറ്റീരിയൽ ഇൻഫോർമേഷൻസ് അബൌട്ട് ദാറ്റ് സ്റ്റോക്ക് ഫോർ എനി റീസൺ. ഒരു വ്യക്തി കമ്പനിയുടെ വിലപ്പെട്ട വിവരങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പരിപാടി, അതിലൂടെ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂവിൽ വ്യത്യാസം വരികയും ചെയ്യും. ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്? മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കമ്പനീസ് ഓവറോൾ ആക്ടിവിറ്റീസ് ആൻഡ് പെർഫോമൻസ്. പ്രധാനമായിട്ടും ഡിസിഷൻ മേക്കിംഗ് അത് എത്രത്തോളം എഫക്റ്റീവാക്കി ചെയ്യാൻ പറ്റുമോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് സജസ്റ്റ് പോസിബിൾ ചേഞ്ചസ്. ദെൻ വാട്ട് ഈസ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. എന്താണ് ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ഒരു എഗ്രിമെൻറ്റാണ് എൻറ്റേർഡ് ബൈ ദ കമ്പനി വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്ത് റിഗാർഡ് ടു ലിസ്റ്റിംഗ് ഇറ്റ്സ് സെക്യൂരിറ്റീസ്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്തുകൊണ്ട് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് എന്ത്, ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ദർ ആർ 54 ക്ലോസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. ക്ലോസ് 49 എന്ത് പറയുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മെൻ ബൈ ഇ ഗവേണൻസ്. എന്താണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ് ത്രൂ ഇൻട്രാക്ഷൻസ് ഓഫ് വാരിയസ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം, ദാറ്റ് ഈസ് കോൾഡ് ഇ ഗവേണൻസ്. ദെൻ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ്
റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറീസ്. കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തിയറീസും മോഡൽസും ഉണ്ട്. ലാസ്റ്റ് പോർഷനിൽ ഇത് നന്നായിട്ട് പഠിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ദിസ് തിയറി ഫോക്കസ് ഓൺ റോൾ ഓഫ് board of directors in providing access to resources needed by the firm, and it states that directors play an important role in providing or securing essential resources to an organization to their linkages to the external environment. Then define the term whistleblowing. എന്താണ് whistleblowing എന്നുള്ള ടേം എന്ന് ഉദ്ദേശിച്ചിട്ട് ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് റോങ് ഡൂയിങ് വിത്ത് ആൻ ഓർഗനൈസേഷൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ പാർട്ടീസ്. കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ആയിട്ടുള്ള പാർട്ടികളോടോ കമ്പനിയിലുണ്ടാവുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ഇൻഫോം ചെയ്യാനുള്ള ഒരു ആക്ടാണ് എന്ത് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്. ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ് ഉണ്ട്. ഇൻറ്റേർണൽ പാർട്ടീസിനോട് റിപ്പോർട്ട് ചെയ്താൽ ഇൻറ്റേർണൽ വിസിൽ ബ്ലോയിങ്, എക്സ്റ്റേർണൽ പാർട്ടീസിനോടാണെങ്കിൽ external whistleblowing. Then what do you meant by verification? എന്താണ് വെരിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ട് ഓഫ് അഷ്വറിങ് ദ കറക്റ്റ്നെസ് ഓഫ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലെ അസറ്റ്സ് ലയബിലിറ്റീസ് ഒക്കെ ഇത് വിലയിരുത്തിയിട്ടുള്ള അതിൻ്റെ മൂല്യം കറക്റ്റാണെന്ന് എൻഷുർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റ് ഡൗൺ എനി 4 ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്: നോൺ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആർ ഫ്രോഡ്സ്, ഡിപ്പെൻഡൻസ് ഓൺ എക്സ്പ്ലനേഷൻ ബൈ അതേഴ്സ്, എഫക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ, ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ 12 വാട്ട് യു മെൻ ബൈ ക്രെഡിറ്റ് റേറ്റിംഗ്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. Say an opinion of the particular credit agency regarding the availability and willingness an entity to fulfill its financial obligation in completeness and within established due dates. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഓബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കൃത്യമായ ടൈമിൽ ഫുൾഫിൽ ചെയ്യാനുള്ള അക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഏജൻസി ചെയ്യുന്ന ആ ഒരു പുറത്തുള്ള ഏജൻസീസ് ചെയ്യും. അവർ ചെയ്യുന്ന ആ ആക്ടിനെ നമുക്ക് എന്ത് പറയാം ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയാം. ദെൻ 13 വാട്ട് യു മെൻ ബൈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എഫേർട്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ടു ബ്രിങ് അബൌട്ട് എ ഡിസേർഡ് ചേഞ്ച് ഇൻ ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്യൂസൊക്കെ കണ്ടാൽ അതിനെതിരെ എന്ത് ചെയ്യുന്നു ഷെയർ ഹോൾഡേഴ്സ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിറ്റീസം എന്ന് പറയാം. ദെൻ വാട്ട് ആർ ദി ഓബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. ടാക്സ് ഓഡിറ്റിൻ്റെ ഓബ്ജക്റ്റീവ്സ് ആണ് കണ്ടക്റ്റഡ് ടു റിപ്പോർട്ട് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ഫോംസ്. ഓരോ ഫോംസ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ദെൻ പ്രോപ്പർ റെക്കോർഡ് അബൌട്ട് ദി ഇൻകം ഓഫ് ദി ടാക്സ് പേയേഴ്സ് ആസ് വെൽ ആസ് ദ ടാക്സ് ഡിഡക്ഷൻ, ആൻഡ് ഇറ്റ്സ് ടു ഫെസിലിറ്റേറ്റ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് ലോസ് ബൈ പ്രസൻറ്റിംഗ് ദി അക്കൗണ്ട്സ് പ്രോപ്പർലി in front of authorities. Then 15th question, what is audit committee? എന്താണ് ഓഡിറ്റ് കമ്മിറ്റി? എ സബ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്. അതിലൊരു സെക്ഷനാണ് എന്ത് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. they are responsible for the financial reporting and disclosure processes. സെക്ഷൻ ബിയിൽ ആദ്യത്തെ ഓരോ ക്വസ്റ്റ്യൻ 5 മാർക്സാണ്, 35 മാർക്സാണ് അതിൻ്റെ സീലിംഗ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കുറേ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തായാലും നോക്കുക. എന്തായാലും 1-2 ഡിഫറൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസാണ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സാമിൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ പർപ്പസിനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ
ക്വസ്റ്റ്യനാണ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ദി ഒപ്പീനിയൻ ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് സം സ്പെഷ്യൽ പർപ്പസാണ്. ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്, എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നോട്ട് എ കമ്പൽസറി തിങ്. ഓഡിറ്റിംഗ് എല്ലാ വർഷവും ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻസ് എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കും ചെയ്യുന്നത്. കമ്പനിയുടെ ഓണേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ഓഡിറ്റിംഗ് ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മേ ബി ഓണേഴ്സിന് വേണ്ടിയിട്ടോ ആവാം. ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് നാരോ ആണ്, ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പ് വൈഡറാണ്. ഓഡിറ്റിംഗ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കാം, ഓർ മേ ബി ഗവൺമെൻറ് ആയിരിക്കാം. എന്നാൽ ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡർ ആണ്. ഓഡിറ്റർ അദ്ദേഹം ലാസ്റ്റ് ഒരു കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ ഫൈനൽ അക്കൗണ്ട്സൊക്കെ ട്രൂ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാം. എന്നാൽ ഇൻവെസ്റ്റിഗേറ്റർ റിപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ് ഓർ എൻക്വയറീസിൻ്റെ ബേസ് ആയിരിക്കും. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതിനുള്ള ചില ക്വാളിഫിക്കേഷൻസ് മാനദണ്ഡങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്ത് മാത്രമേ ഓഡിറ്റർ ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആകണം എന്നില്ല. ഇൻവെസ്റ്റിഗേറ്റഡ് അക്കൗണ്ട്സ് ആർ നോട്ട് ഓഡിറ്റഡ് ഇൻ ഓർഡിനറി കോഴ്സ്. ഓഡിറ്റിൻ്റെ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ഒന്നും നമ്മൾ ഓഡിറ്റ് ചെയ്യാറില്ല. പക്ഷേ ഓഡിറ്റ് ബുക്സ് എല്ലാം എന്ത് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ടൈമിൽ ഓഡിറ്റ് ചെയ്യും. ദെൻ എക്സ്പ്ലെയിൻ ദ കാഡ്ബറി റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് നമ്മുടെ ആ 5th മൊഡ്യൂളിൽ ഒത്തിരി കമ്മിറ്റികളെ കുറിച്ചിട്ട് ചോദിക്കും. കോർപ്പറേറ്റ് ഫെയിലിയേഴ്സുമായിട്ട് കുറേ കുറേ കമ്മിറ്റികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഗ്രീൻബറി, ഹാംപൽ, അതേപോലെ കാഡ്ബറി. ദെൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വേറെ കുറേ കമ്മിറ്റികളുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കമ്മിറ്റികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. 4 and 5th മൊഡ്യൂൾ കുറച്ചേ ഉള്ളെങ്കിലും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോ ഹിയർ കാഡ്ബറി റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ റെക്കമെൻഡേഷൻസാണ് 1 by 1 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിക്കാവുന്നതാണ്. പ്രാവശ്യം ചോദിച്ചു അല്ലേ, ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളത്. ദെൻ എന്യൂമറേറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഷോർട്ടായിട്ട് ചോദിക്കാം ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ്, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ensure sustainable development, conserve non-renewable natural resources, control the human intervention, permit the companies for online compliance to control carbon emission. Then ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. തിയറീസ്, മോഡൽസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് പോർഷനിലുള്ളതാണ്. അതിൽ ഏജൻസി തിയറി ഉണ്ട്, സ്റ്റുവാർഡ്ഷിപ്പ് തിയറി ഉണ്ട്, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഉണ്ട്. ഏജൻസി തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പാണ്. ഷെയർ ഹോൾഡേഴ്സും അതേപോലെ ഡയറക്ടേഴ്സും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതെന്ന് പറയുന്ന തിയറിയാണ് ഏജൻസി തിയറി. ദെൻ സ്റ്റുവാർഡ്ഷിപ്പ് റിലേഷൻഷിപ്പാണ് അടുത്തത് പറയുന്നത്. ഹിയർ ദ സ്റ്റുവാർഡ് പ്രൊട്ടക്ട്സ് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ത്രൂ ഫേം പെർഫോമൻസ്. അതുപോലെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പെരുമാറുമെന്നാണ് പറയുന്നത്. അടുത്തത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയാണ്. ഇറ്റ്സ് ഫോക്കസസ് ഓൺ ദി റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിങ് ആക്സസ് ടു റിസോഴ്സ് നീഡഡ് ബൈ ദി ഫേമിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ 3 തിയറികളാണ് പറഞ്ഞിട്ടുള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടുള്ളത് ഡെഫിനിഷൻ ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റാണ്. കൂടാതെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഇത്രയൊക്കെയാണ്. ദെൻ ഇതിൻ്റെ ലിമിറ്റേഷൻസ്, ഷോർട്ടേജ് ഓഫ് ക്വാളിഫൈഡ് സ്റ്റാഫ്, ടൈം ലാഗ്, ഇഗ്നോറൻസ് ഓഫ് മാനേജ്മെൻറ്റ്.
Then 21ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഓഡിറ്റർ. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിച്ചു പോവുക. ഒരു എസ്സേക്ക് സാധ്യതയുള്ളതാണ്. പാരഗ്രാഫായിട്ടും ചോദിക്കാം. ഡ്യൂട്ടീസ്: പ്രിപ്പയർ ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്, ഫോം എ നെഗറ്റീവ് ഒപ്പീനിയൻ where necessary, make enquiries. Then as per Companies Act 2013, there are certain duties also laid by Companies Act and reporting of fraud, comply with the auditing standard and assistance in an investigation. Then liabilities of an auditor: there are two types of liabilities are the civil liability and criminal liability. And one more thing, liability to third parties. So there are three types of liabilities are there: civil liability and criminal liability and liability to third parties. Then അടുത്തത് റീസൺ ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിറ്റീസ്. ഇലൂസിഡേറ്റ് ദ റീസൺസ് ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസത്തിൻ്റെ റീസൺസ്: ഒന്ന്, ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ്. രണ്ട്, സെൽഫ് ഡീലിംഗ് ആണ്. മൂന്നാമത്തത് ഫ്രാഗൈൽ മാനേജ്മെൻറ്റ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ഉണ്ടാകുന്നത്. 4ാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ട്രാൻസാക്ഷൻസ് അത് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളിലോ ഒക്കെ ട്രാൻസ്പെറൻ്റ് അല്ലാതെ ഇരിക്കുക. ദെൻ 23, വാട്ട് ആർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയേഴ്സ്? എക്സാമിൻ ദ കിങ്ഫിഷർ എയർലൈൻസ് കേസസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ടുണ്ട്. Maybe it's a failure of the all set of regulatory, market, shareholder or internal governance. That is ഒരു ഫേമിൻ്റെ തകർച്ചയാണ് എന്തായാലും കോർപ്പറേറ്റ് ഫെയിലിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരോ കമ്പനികളുടെ തകർച്ചയുടെ കാര്യങ്ങൾ നമ്മുടെ ബുക്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കിങ്ഫിഷർ എയർലൈൻസ് കേസ്, അത് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ സിയിൽ ആൻ ഓഡിറ്റർ ഈസ് എ വാച്ച് ഡോഗ് നോട്ട് എ ബ്ലഡ് ഹൗണ്ട്. കമൻറ്റ്: ഒരു ഓഡിറ്റർ വാച്ച് ഡോഗ് ആണ്, നോട്ട് എ ബ്ലഡ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രസ്താവന എത്രത്തോളം അർത്ഥവത്തതാണെന്നുള്ളതിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു കേസ്, ജസ്റ്റിസ് ട്രോപ്പസ് ഇൻ കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് ആൻഡ് കമ്പനി ലിമിറ്റഡ് ഒരു കേസ് വന്നിട്ടുണ്ട്. ഓഡിറ്റർ വാച്ച് ഡോഗാണ്, ബ്ലഡ് ഹണ്ട് അല്ല എന്നുള്ളത്. 2 ഇമ്പോർട്ടൻറ്റ് തിങ്സാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഒരു വാച്ച് ഡോഗ് എന്ന രീതിയിൽ ഒരു ഓഡിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ: ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നു, ഇൻഫോം ചെയ്യുന്നു, ഒക്കെ ഓണറെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓഡിറ്റർ ചെയ്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഓരോ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വിത്തൗട്ട് എനി എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഷുഡ് ബി ക്ലാരിഫൈ ദാറ്റ്. അതർവൈസ് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ആരാണോ ആ സെക്ഷൻ ഡീൽ ചെയ്യുന്നത് കൺസേൺഡ് ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ട ക്ലാരിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ്. ദെൻ അടുത്തത്, ആൻഡ് ഹി ഓൾസോ സ്റ്റേറ്റ് ദി ഫാക്ട്സ് ഇൻ ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. ആൻഡ് an auditor is not a blood hound. ഓഡിറ്റർ ഒരു ബ്ലഡ് ഹണ്ട് അല്ല. കാരണം ഒരു ബ്ലഡ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡോഗ് ദാറ്റ് ഓണറിൻ്റെ അടുത്തുണ്ടാവും. എല്ലാ കാര്യങ്ങളും സസ്പീഷനോടെ നോക്കുക. ചിലപ്പോൾ മേ ബി ഒരു എനിമിയെ കണ്ട് അയാളെ എനിമിയാണെന്ന് തെറ്റിദ്ധരിച്ച് മൊത്തം അയാളെ കടിച്ചു വലിച്ച് കീറുന്ന ആ രീതിയിലുള്ള ടീമിനെയാണെന്ന് പറയുന്നത് ബ്ലഡ് ഹണ്ട് എന്ന് പറയുന്നത്. ഒരിക്കലും ഓഡിറ്റർ എന്തല്ല? വാച്ച് ഡോഗ് മാത്രമാണ്, ബ്ലഡ് ഹണ്ട് അല്ല. ആരെയും സംശയാസ്പദമായിട്ട് ഓഡിറ്റർക്ക് ശിക്ഷിക്കാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ഒന്നും യാതൊരു സ്കോപ്പും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 25 ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദ കോമൺ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. regulatory mistake, supremacy of CEO, lack of vigilance by auditors, individual or concentrated ownership, incompetent board, misleading accounting policies, insider trading, poor investment policies, exorbitant rate of borrowing. And then
വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റ് പ്രൊസീജിയർ അതിൽ റുട്ടീൻ ചെക്കിംഗ് ഉണ്ട്, ടെസ്റ്റ് ചെക്കിംഗ് ഉണ്ട്, സർപ്രൈസ് ചെക്കിംഗ് ഉണ്ട്, ഓഡിറ്റ് ഇൻ ഡെപ്ത്, ദെൻ വൗച്ചിങ്, വെറിഫിക്കേഷൻ, വാലുവേഷൻ, ഇത്രയും പോയിൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് ടെക്നിക്സ് ഫോളോവേഡ് ബൈ ദ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്. പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് ഫോളോ ചെയ്യുന്ന ഓഡിറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണ്? വൗച്ചിങ്, കൺഫർമേഷൻ, റീകൺസിലിയേഷൻ, ടെസ്റ്റിംഗ്, ഫിസിക്കൽ എക്സാമിനേഷൻ, അനാലിസിസ്, സ്കാനിങ്, എൻക്വയറി, വെരിഫിക്കേഷൻ ആൻഡ് പോസ്റ്റിംഗ്, ഫ്ലോ ചാർട്ട്, ഒബ്സർവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഷോർട്ട് എന്ന് എഴുതിയിട്ടുള്ളത് ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. പാരഗ്രാഫ് കൊടുത്തിട്ടുള്ളത് 5 മാർക്സ്. എസ് എ ആയിട്ട് ഇപ്പോൾ ഡിഫൈൻ ഓഡിറ്റിംഗ് ചോദിക്കാം, മീനിങ് ഓഫ് ഓഡിറ്റ്, ഓബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്, ഓഡിറ്റ് ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്, ലിമിറ്റേഷൻസ്, ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റ്, ദെൻ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് ഷോർട്ട്, ദെൻ ഓഡിറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഓബ്ജക്ട്സ് ഓർ പർപ്പസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഓഡിറ്റ് അഷുറൻസ്, ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്, ജനറൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ്, ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്താണ്, അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, അതിന് വേറെയും പേരുകളുണ്ട്, അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. പോസിറ്റീവ് റിപ്പോർട്ട്, നെഗറ്റീവ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് പേര് നമുക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റിയിരിക്കണം. പിന്നെ ഓഡിറ്റ് എവിഡൻസ് എന്താണെന്നുള്ളത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്, ദെൻ ഓഡിറ്റ് ടെക്നിക്സ് എന്താ ചോദിക്കാം, പിന്നെ ഓഡിറ്റ് പ്രിൻസിപ്പിൾസും ഓഡിറ്റ് ടെക്നിക്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റ് ടെക്നിക്സ്, ഓഡിറ്റ് പ്ലാനിങ്ങിൽ അടങ്ങിയിട്ടുള്ള സ്റ്റെപ്സുകൾ, ഓഡിറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട്ബുക്ക്, ദെൻ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽസ് എന്താണെന്ന് ചോദിക്കാം. പർപ്പസ് ഓർ എയിം ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ടൈപ്സ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് പ്രോഗ്രാം, ടൈപ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ദെൻ അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ടെസ്റ്റ് ചെക്കിങ്, ടിക്ക് മാർക്സ്, സർപ്രൈസ് ചെക്ക്, റുട്ടീൻ ചെക്കിങ്, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഷോർട്ട് എന്ന് എഴുതിയത് 2 മാർക്സ്, പാരഗ്രാഫ് 5 മാർക്സ് കേട്ടോ, എസ് 10 മാർക്സ്. എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് വലിയ മൊഡ്യൂളാണ് ഉള്ളത്. ദെൻ മൊഡ്യൂൾ 2-ലാണെങ്കിൽ വൗച്ചിങ്, ടൈപ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്, ടീമിങ് ആൻഡ് ലാഡിങ്, നമ്മൾ അറിയാതെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല, ടേമുകളുണ്ടല്ലോ സുപരിചിതമല്ലാത്ത നിങ്ങൾക്ക് ഓഡിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ, അങ്ങനെയുള്ള സ്പെഷ്യൽ ടേംസ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുക കേട്ടോ. ദെൻ വെരിഫിക്കേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ, വാലുവേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ. അടുത്തത് മൊഡ്യൂൾ 3-ൽ വരികയാണെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോള്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഇൻറ്റേർണൽ ചെക്ക്, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിക്കാം. എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്, ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ, ഓഡിറ്റേഴ്സ് ലേൺ, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് കമ്മിറ്റി ഫങ്ഷൻ, ടാക്സ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, ന്യൂ ജനറേഷൻ ഓഡിറ്റുകൾ. മൊഡ്യൂൾ 4-ൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാണ് ചോദിക്കാം. ഇൻസൈഡർ ട്രേഡിംഗ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. തിയറീസ് അല്ലെങ്കിൽ മോഡൽസ് ചോദിക്കാം. പിന്നെ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി, അതേപോലെ രജിസ്ട്രേഷൻ കമ്മിറ്റി, നോമിനേഷൻ കമ്മിറ്റി, അങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ. ആ പേരിലുള്ള ഓരോ കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു വയ്ക്കുക. ഓഡിറ്റ് കമ്മിറ്റിയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചോളൂ. പാരഗ്രാഫും ചോദിക്കാം, ഷോർട്ടും ചോദിക്കാം. പിന്നെ റേറ്റിംഗ് ഏജൻസികൾ ഏതൊക്കെയാണ്, എന്താണ് റേറ്റിംഗ് എന്ന് ചോദിച്ചാൽ. പിന്നെ ഗ്രീൻ ഗവേണൻസ് ചോദിക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രീൻ ഗവേണൻസ്, ക്ലോസ് 49 ലിസ്റ്റിൻ എഗ്രിമെൻറ്റ്, അതിൻ്റെ പ്രൊവിഷൻസ്, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം, അതിൻ്റെ കാരണങ്ങൾ ചോദിച്ചതാണ്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്നുള്ള ടേം, പിന്നെ അതുപോലെ വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം കേട്ടോ. വിസിൽ ബ്ലോയിങ് എന്നുള്ള ടേം പഠിക്കണേ. പിന്നെ 5th മൊഡ്യൂളിൽ വന്നാൽ കോർപ്പറേറ്റ് ഫെയിലിയർ,
concentrated on ship common governance problems noticed in various കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ്, റെക്കമെൻഡേഷൻസ് ഓഫ് കാഡ്ബറി കമ്മിറ്റി, ഓരോ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് ചോദിക്കാവുന്നതാണ്. ദെൻ CII റിപ്പോർട്ട്സ്. ഇത്രയാണ് നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. എത്രത്തോളം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക. എന്നാലും ഒരു കാര്യം, ഇപ്രാവശ്യത്തെ എക്സാമിന് ഒരിക്കലും ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. മൊത്തത്തിൽ കവർ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ ഭാഗങ്ങളും പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക്